അടുത്തതായിട്ട് വേറൊരു ഐറ്റമാണ് ശർക്കര വരട്ടി, ശർക്കര പുരട്ടി എന്നൊക്കെ പറയും. അതിനും ഈ നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് നല്ലപോലെ പൊളിച്ച് വൃത്തിയായിട്ട് കഴുകി വെള്ളമൊക്കെ തോർന്ന് അത് ഇനി അരിയുകയാണ്. ഇതിങ്ങനെ പിന്നെ ഈ നേന്ത്രക്കായ നടുവേ കീറിയിട്ട് ഒരേ കനത്തിൽ വേണം, അല്ലെന്നുണ്ടെങ്കിൽ മൂപ്പ് വ്യത്യാസം വരും. അത് ശർക്കര വരട്ടിയാകുന്ന പറഞ്ഞാൽ സ്വല്പം കനത്തിലാണ് നമ്മൾ അരിയുന്നത്. അപ്പോൾ അത് കുറേ നാൾ ഇരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളു മൂക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കനിച്ചു പോകും. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുക്കുന്ന ഈ കനത്തിലാണ്. അത് കനം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. ഈ ശർക്കര വരട്ടാനുള്ള കായയാണ് നമ്മൾ ഈ സൈസിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് വറുത്തെടുക്കാൻ പോവുകയാണ്. എണ്ണ മൂത്ത് കിടക്കുകയാണ്. അപ്പോൾ ആ എണ്ണയ്ക്കകത്തോട്ട് കായ ഇടാൻ പോവുകയാണ്. ഇത് ഒരു പകുതി പരുവമെന്ന് പറഞ്ഞാൽ, അതായത് പകുതി മൂപ്പെത്തിക്കഴിഞ്ഞാൽ തീ വളരെ ഫ്ലെയിം ഗ്യാസിൻ്റെ ആണെന്നുണ്ടെങ്കിലും വളരെ കുറച്ച് തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ തീ അരിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ഒരുമാതിരി ശരിക്കും ഉള്ളു മൂക്കുകയില്ല, പുറം ഭാഗം നമുക്ക് മൂത്തതായിട്ട് തോന്നും. അതേ അവസരത്തിൽ ചെറിയ ചൂടിലിങ്ങനെ കിടന്നാൽ ഉള്ളു നന്നായിട്ട് മൂത്ത് കിട്ടും. എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും കേടാകാതിരിക്കുകയും ചെയ്യും. ഒരു 6 മാസമൊക്കെ സുഖമായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കും. ഇത് വേണ്ട ഈ ശർക്കര വരട്ടിയുടെ കായ വറുത്തത് നല്ല മൂപ്പ് പരുവമായിട്ടുണ്ട്. ഇത് നമ്മൾ കോരാൻ പോവുകയാണ്. എന്നിട്ട് ഇത് ഒരു പീസ് എടുത്ത് ഒന്ന് മുറിച്ച് നോക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേകാനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അന്നേരം അറിയാൻ പറ്റും. ആ പരുവം നോക്കിയാണ് ഇതിനകത്ത് ഇതൊക്കെ പക്ക നമ്മളങ്ങനെ നോക്കിയെടുത്തതാണ്. നന്നായിട്ട് ഇത് മൂത്തിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം എടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഇരുന്നാൽ കേടായിപ്പോവും. ഇതിപ്പോഴേ ഈ ഉണ്ട ശർക്കരയാണ്. ഇത് ഒരു 1 കിലോ കായാണ് നമ്മൾ വറക്കുന്നത്. അപ്പോൾ അതിന് ഒരു 200 ഗ്രാമുണ്ട് ശർക്കര. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ തീ കത്തിക്കാൻ പോവുകയാണ്. ഇതിനി നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിയുന്ന പറഞ്ഞാൽ ഇതിനകത്തെ അഴുക്കൊക്കെ നമ്മളെടുത്ത് കളഞ്ഞിട്ട് അരിച്ചെടുത്തിട്ടാണ് നല്ല നൂൽ പരുവം, അതായത് കമ്പിപ്പരുവം എന്നൊക്കെ പറയും. അത് നമ്മളെ കയ്യിൽ 2 വിരളയിൽ വെച്ച് ഇങ്ങനെ അത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നൂല് പോലെ ഇങ്ങനെ വരും. അത് മുറിയുകയും ചെയ്യും. ആ പരുവത്തിലാണ് ഇത് വറുത്തുപ്പേരി ഇതിനകത്തിട്ട് വരട്ടിയെടുക്കുന്നത്. ഈ ഉണ്ട ശർക്കര നമ്മൾ പാനിയാക്കാൻ വെച്ചതെന്നാണ്. അതിൻ്റെ ഒരു പരുവമുണ്ട്, അത് കാണിക്കാം. എന്നിട്ട് അതിനി അരിച്ചെടുക്കുക. അഴുക്കാണ് ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കൊണ്ട് അഴുക്കൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ശർക്കര തന്നെ പാനി കിട്ടും. ഇതിൻ്റെ ഒരു പരുവം ഒരു വിരളയിൽ ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് ഇതിങ്ങനെ ഒന്നാറിക്കഴിയുന്ന പറഞ്ഞാൽ കണ്ടില്ലേ, നൂല് മാതിരി ഇങ്ങനെ വരും. എന്നിട്ടത് മുറിയുകയും ചെയ്യും. അല്ലാതെ അതാണ് ഇതിൻ്റെ പരുവമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. നമ്മളിനി ഇത് വരട്ടിയെടുക്കാനുള്ള മാർഗം നോക്കുകയാണ്. ആദ്യം ഈ അരിച്ചെടുത്ത ശർക്കര പാത്രത്തിനകത്ത് ഒഴിച്ചു. ഇനിയും ഈ വറുത്തുപ്പേരി ഇതിനകത്ത് ഇടാൻ പോവുകയാണ്. ശർക്കരയ്ക്കകത്ത് ഇടാൻ പോവുകയാണ്. ഇട്ടിട്ട് ഇത് ശരിക്ക് ഇളക്കണം. ഇളക്കിയിട്ട് ഈ ശർക്കര എല്ലാത്തിലും ശരിയായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശർക്കര കാണത്തില്ല. ഇനി ഇത് നമ്മൾ ശർക്കര കംപ്ലീറ്റ് ഇതേ പിടിച്ചു കഴിഞ്ഞു. ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുക.
വാങ്ങി വെച്ചിട്ട് ഇതിനകത്ത് ഏലക്ക, ചുക്ക്, ജീരകം ഇത് മൂന്നും കൂടെ പൊടിച്ചത് ഇതിനകത്ത് വിതറി. നല്ല ഒരു മണം വരുന്നുണ്ട്. ഇനിയും ഇത് പിന്നെ കൂടുതലാണ്, ശർക്കര കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുഴുക്കലരി, ഇതിപ്പോൾ കറക്റ്റാണ്, കുറച്ച് പുഴുക്കലരി ഒന്ന് ചൂടാക്കി പൊടിച്ച് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വിതറാം. പുഴുക്കലരി ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ്. അതുകൂടെ ഒരല്പം വിതറുകയാണ്. ഒരുപാട് വേണ്ട, കുറച്ച് ഒന്ന്. ഇപ്പം തന്നെ കട്ടിയായി. ഇപ്പോൾ കാരണം ഈ മൂപ്പിലെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് അധിക ദിവസം ഇരിക്കുകയില്ല, കേടായിപ്പോവും. അപ്പോൾ ഈ പരുവത്തിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും. ഇത് ഈ വെള്ളുപ്പേരി പോലല്ല, ഈ വറ്റൽ വറുത്തത് പോലെ, അതായത് കായ വറുത്ത വറ്റലുണ്ട് അതുപോലല്ല ഇത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും എത്ര കഴിച്ചാലും ഒരു ദഹനക്കേടോ ഒന്നും ഉണ്ടാകില്ല. കാരണം ഈ ചുക്ക, ജീരകം, ഏലക്ക ഇത് മൂന്നും കൂടെ ചേർത്തേക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും, നമ്മുടെ ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. നമ്മൾ ശരിക്കും ആറിക്കഴിഞ്ഞതിന് ശേഷം പാത്രത്തിനകത്താക്കിയിട്ട് ഒരു സ്പൂണ് പഞ്ചസാരയോ 2 സ്പൂൺ പഞ്ചസാരയോ അതിൻ്റെ മുകളിലിങ്ങനെ വിതറിക്കഴിഞ്ഞാൽ ഈർപ്പത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനങ്ങ് അബ്സോർവ് ചെയ്യും. അങ്ങനെയും ഒരു കാര്യം പറഞ്ഞു ഉണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി നല്ല ഇതായിട്ട് എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനിയും ആറിക്കഴിഞ്ഞാൽ പാത്രത്തിനകത്ത് മാറ്റി വയ്ക്കും.